ഹോസ്പിറ്റലിൽ വെച്ച് കല്യാണം നടക്കുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കല്യാണത്തിന് വീണ്ടും വേദിയായിരിക്കുകയാണ് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി. ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് തോന്നുന്നത്? കല്യാണം നടക്കുമെന്നുള്ള എന്തുവായാലും ആ സമയത്ത് താലി കെട്ടണമെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു. ഓ ഓ. അതിന് വേണ്ട സപ്പോർട്ട് മായ ഡോക്ടറുടെ ഭാഗത്തുനിന്നും അതേപോലെ രമേശ് ഡോക്ടർ രമേശ് സാറ്. പെട്ടെന്ന് നമ്മൾ സർജറി വേണമെന്ന് പറയുമ്പോൾ ഇവര് ആകെ വളരെ ടെൻഷനിലായിരുന്നു. ദിയയുടെ ഫാദറിനോട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ വരുന്നുണ്ടല്ലോ, അത് കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സിനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു റീസൺ എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള? ബേസിക്കലി നമുക്ക് ദർ ഇസ് സംതിങ് കോൾഡ് എസ് ഗട്ട് ബ്രെയിൻ ആക്സസ്. അതായത് നമ്മുടെ ബ്രെയിനും വയറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയും നമ്മുടെ ഗട്ട് ഇസ് ലൈക്ക് എ ലിറ്റിൽ ബ്രെയിൻ. വൺ ദേ ആർ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ. ഒന്ന് അവർക്ക് ലേറ്റ് നൈറ്റ് ആണല്ലോ ഇപ്പോൾ പലപ്പോഴും. പിന്നെ അപ്പോൾ നെഗ്ലക്റ്റിംഗ് ബവൽ ഹാബിറ്റ്സ്, ഡെയിലി ടോയ്ലറ്റ് പോകുന്നില്ല മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഓർ അഡോളസൻസ് വെൻ ദേ കം ടു അസ്. ഹായ്, വെൽക്കം ടു മൈൽ സ്റ്റോൺ ഡോക്ടേഴ്സ്. ഹോസ്പിറ്റലിൽ വെച്ച് കല്യാണം നടക്കുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കല്യാണത്തിന് വീണ്ടും വേദിയായിരിക്കുകയാണ് VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അങ്ങനെ കല്യാണം കഴിച്ച ആ കപ്പിളിലെ ജിതിനും ലേക്ക് ഷോർ VPS ഹോസ്പിറ്റലിലെ ഡോക്ടറുമായ ഡോക്ടർ മായ പീതാംബരനുമാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് ഓക്കെ. സാധാരണ നമ്മൾ സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ കല്യാണം നടക്കുന്നതൊക്കെ. എന്താ തോന്നുന്നത് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്താ തോന്നുന്നത്? വളരെ സന്തോഷമായിരുന്നു. ആ. കാര്യം ഇതേപോലൊരു അറേഞ്ച്മെന്റ്സ് പിന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഉം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയായിരുന്നു വന്നത്. കാര്യം ഞാൻ പാന്റ് ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു വന്നത്. ഓ. അപ്പം മായ ഡോക്ടർ എന്നെ ഓടിച്ചു വിടുക, പോയി മുണ്ടെടുത്തോണ്ട് വാടാന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടേത് അവിടുന്ന്. അല്ല, കല്യാണം നടക്കും എന്നുള്ള സാധനത്തിൽ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു അവർക്ക്. കല്യാണം നടക്കുമെന്നുള്ള എന്തുവായാലും ആ സമയത്ത് താലി കെട്ടണമെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമായിരുന്നു. ഓ ഓ. അപ്പം അതിന് വേണ്ട സപ്പോർട്ട് മായ ഡോക്ടറുടെ ഭാഗത്തുനിന്നും അതേപോലെ രമേശ് ഡോക്ടർ രമേശ് സാറ്. ഓക്കെ. രമേശ് സാർ ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അതേപോലെ ഇവിടുത്തെ നേഴ്സസ്, മാനേജ്മെന്റ് സ്റ്റാഫ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും ഒരു അറേഞ്ച്മെന്റ്സ് ഞാൻ ഒരിക്കലും എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. വിചാരിച്ചതിലും അപ്പുറമുള്ള സപ്പോർട്ടാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയതല്ലേ? കിട്ടിയത്. ഓക്കെ. ഡോക്ടറിനോട് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണം, ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്നു, സർജറി വരുന്ന പ്രൊസീജിയർ ഒക്കെ വരുന്നു, അപ്പോൾ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് എന്താണ് തോന്നിയത് ഇത് കേട്ടപ്പോ, ഇങ്ങനെ ഒരു ആവശ്യം ഇവർ പറഞ്ഞപ്പോ? ദിയ അഡ്മിറ്റ് ചെയ്ത ഉദര സംബന്ധമായ അസുഖമായിട്ടാണ് നമുക്ക് നമ്മുടെ അടുത്ത് ചികിത്സയിൽ വരുന്നതും. പെട്ടെന്ന് നമ്മൾ സർജറി വേണമെന്ന് പറയുമ്പോൾ ഇവര് ആകെ വളരെ ടെൻഷനിലായിരുന്നു. ദിയയുടെ ഫാദറിനോട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ, അപ്പം ഡോക്ടറെ അടുത്ത ആഴ്ച കല്യാണമുള്ള കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമുക്കത് നോക്കണ്ട, നമുക്കിപ്പോൾ എന്തായാലും സർജറി നടക്കട്ടെ, വരുന്ന ബാക്കി കാര്യം നമുക്ക് അപ്പം നോക്കാന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും നമ്മൾ വിടാൻ പറ്റുമായിരിക്കാം, വീട്ടിൽ പോയി അറ്റ്ലീസ്റ്റ് കെട്ടിയിട്ട് വരാൻ പറ്റുമായിരിക്കുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ബുധനാഴ്ച ആയപ്പോഴാണ് രമേശ് സാറും ഞാനും ഒക്കെ ഇത് വിടാൻ പറ്റൂല എന്നുള്ളൊരു തീരുമാനം വന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇവർക്ക് ഓൾറെഡി എല്ലാവരും വിളിച്ചു, ഹോളായി, സദ്യയായി, ജിതിനും സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഈ രണ്ടുപേരും, ഐ തിങ്ക് ദിയയുടെ ഫാദറും ജിതിനും രണ്ടുപേരും ഈ ദിവസം തന്നെ കെട്ടണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇത് ഏറ്റവും നന്നായി ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നമുക്ക് അമ്പലമുണ്ട്, മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഏറ്റവും പോസിറ്റീവായിട്ട് ആ അമ്പലത്തിൽ വെച്ച് നടത്താന്നുള്ളൊരു തീരുമാനം മാനേജ്മെന്റ് ഭാഗത്തും രമേശ് സാറും ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കായിരുന്നു. അമ്പലം പിന്നെ ഞങ്ങൾ അമ്പലം ഇത്ര നന്നായി ചെയ്യാം, പ്രതിഷ്ഠയുള്ള അമ്പലമാണ്. അവിടെ ആഴ്ചക്കാഴ്ച പൂജയും നടക്കും. അപ്പൊ പിന്നെ എനിക്ക് ഇവിടുന്ന് മാനേജ്മെന്റ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ശങ്കർ, അങ്ങനെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ തലേന്നിരുന്ന് ലിസ്റ്റ് എടുത്തു, എന്തൊക്കെ വേണം, സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ലിസ്റ്റ് എടുത്തു. അപ്പൊ പറഞ്ഞു ഉരുളിയില്ലാന്ന്. അപ്പൊ ഞാൻ അന്ന് രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഉരുളിയായിട്ടാണ് വന്നത്. അപ്പൊ ആ ഉരുളി ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ പറയുന്നത് നിന്റെ ഉരുളി ഇപ്പൊ ഫേമസ് ആയി എന്നാ പറയുന്നത്. അങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു വീട്ടിലേക്കുള്ള ഒരു ആവശ്യം പോലെ ഞങ്ങൾ അത് എടുത്ത് അവിടെ എല്ലാം മാക്സിമം ഞങ്ങളാലാവുന്ന ഉള്ള സ്ഥലപരിമിതിയിലെല്ലാം
ചെയ്തു. അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതിലുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ മാനേജ്മെന്റ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പൂജാരിനെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പൂജാരിനെ അന്വേഷിച്ച് നമുക്ക് കിട്ടിയില്ല. അപ്പം സാർ തന്നെയാണ് പൂജ ചെയ്ത് താലി എനിക്ക് തന്നത്. ഞാനാണ് ജിത്തിന് കൊടുത്തത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. നല്ല രീതിയിൽ നടന്നതിലും സന്തോഷമുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലൊരാളുടെ കല്യാണം നടത്തുന്ന പോലത്തെ ഉത്തരവാദിത്തത്തോടെയാണ് അത് നടത്തിയത് അല്ലേ? അതെ അതെ. നമുക്ക് ഇപ്പം ഷീ ഈസ് വെരി ക്ലോസ് ടു മീ. ഷീ ഈസ് എ വെരി ചാർമിങ് ലവ്ലി ഗേൾ. അപ്പോൾ അവൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളാൽ പറ്റുന്ന പോലെ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം സ്റ്റാഫൊക്കെ തന്നെ ഞാൻ രാവിലെ വരുമ്പം ആളിങ്ങനെ കുറച്ച് ചെറിയ വിഷമങ്ങളും വയറും ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം സ്റ്റാഫൊക്കെ തന്നെയാണ് ഒരുക്കിയത്. പൊട്ടൊക്കെ ഞങ്ങൾ വാർഡിലെ സിസ്റ്റേഴ്സൊക്കെ കൊണ്ട് അവൾ വെച്ച പൊട്ട് ഷൂട്ടാവാത്തതുകൊണ്ട് ഓടി വന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് വിദ്യ പിന്നെ ഹെഡ് സിസ്റ്റർ എല്ലാവരും വന്നു. അപ്പം അവരെല്ലാം തന്നെ ഓടി വന്ന് പൊട്ടൊക്കെ തപ്പി കൊണ്ടുവച്ച് ഒരുക്കി പൂവൊക്കെ വെച്ച്. അപ്പോൾ നമുക്കത് സന്തോഷമാണ്. ആക്ച്വലി ഡെസ്പൈറ്റ് ഹർ സർജറി യു ക്യാൻ സീ ഹൗ ലവ്ലി ഷി വാസ് ലുക്കിംഗ്. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ആ ഒരു സന്തോഷം. പുള്ളിക്കാരിയും അങ്ങ് നല്ല പ്ലെസന്റ് ആയി സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമായി. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ വലിയൊരു ഭാഗമാകാൻ പറ്റിയല്ലേ? തീർച്ചയായും ഞങ്ങളെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമായിട്ട് കരുതുന്നു. പക്ഷെ ഇപ്പോ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. മീൻസ് എക്സ്പോഷർ വരുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇറ്റ് വാസ് എ വെരി ഷോർട്ട്. അതുകൊണ്ട് ഞങ്ങൾ അധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ വളരെ ക്വയറ്റ് ആയിട്ട് ആക്ച്വലി ജിതിന്റെ കുറച്ച് ഫ്രണ്ട്സും റിലേറ്റീവ്സും പിന്നെ ദിവ്യയുടെ വളരെ ക്ലോസ്. ആക്ച്വലി ദിവ്യയുടെ അച്ഛനും ബ്രദറും എല്ലാം നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അവരുടെ വല്യമ്മ കുറച്ച് ബന്ധുക്കളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാഫിനോടൊന്നും അധികം പറഞ്ഞില്ല. അറിഞ്ഞു വന്ന കുറച്ച് പേരേ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ആ ഒരു ക്രൗഡ് ഇല്ലായിരുന്നു. വളരെ ചെറിയൊരു 30-50 പേരിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉള്ളിൽ നിൽക്കുന്ന ഒരു 30 പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് കൊണ്ടുവന്ന് അപ്പം തന്നെ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോകായിരുന്നു. ഓക്കെ ഓക്കെ. ഇതിന്റെ ഈ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയൊക്കെ സാന്നിധ്യത്തിൽ നടത്താനിരുന്നൊരു കല്യാണമായിരുന്നു. ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മൊത്തം കണ്ട് ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തോ? ദിയയായിട്ട് സംസാരിച്ചു ഇതിനൊക്കെ ശേഷം? ഇത് നമ്മൾ വൈറലായി ഇന്നതുപോലെയാണ് ആളുകളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുന്നുണ്ടെന്നുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സംസാരിച്ചു? ദിയയ്ക്ക് ഓൾറെഡി ഇതൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. കാര്യം ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒരു ക്രെഡിറ്റ് അടിക്കുന്ന രീതിയിൽ അവൾക്കത് ഇഷ്ടമല്ല. ഓക്കെ. പക്ഷെ എനിക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണല്ലോ ഇങ്ങനെ വൈറലാവുമെന്ന് അറിഞ്ഞില്ല. വീഡിയോ പുറത്തു പോകുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഓൾറെഡി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നമ്മ നല്ല കാര്യമല്ലേ? അതെ ഒരുപാട് പേര് ആശംസകൾ അറിയിക്കുന്നുണ്ട്. അതെ അവിടെ ഇതേപോലെ കല്യാണ ഒരുക്കങ്ങളെല്ലാം അതേപോലെ നടന്നു. അപ്പം അവിടെയും ആളുകളുണ്ട്. ഓഡിറ്റോറിയത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഓഡിറ്റോറിയം എല്ലാം അലങ്കരിച്ചു. അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അവിടെ സദ്യ നടന്നു. ഇവിടെ കെട്ട് നടക്കുമ്പോ അവിടെ സദ്യ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ചെറുക്കനും പെണ്ണും ഇല്ലാത്ത ആദ്യത്തെ കല്യാണമായിരുന്നു അവിടെ ഓഡിറ്റോറിയത്തിൽ നടന്നത്. അപ്പൊ അതില് പിന്നെ എന്റെ അമ്മയ്ക്കും ദിയയുടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ വരാൻ അതിന്റെ ഒരു വിഷമം അവർക്കുണ്ട്. കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവരുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വലിയൊരു കഥയായിരിക്കും ഇത്. ഈ ഒരു കംപ്ലീറ്റ് ഇവന്റ് തന്നെ. അപ്പോ കല്യാണത്തിന് ഇങ്ങോട്ട് വരുമ്പോ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അതെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ഫെബ്രുവരി 28-നായിരുന്നു എനിക്ക് ടിക്കറ്റ്. അപ്പൊ ഫസ്റ്റ് ടിക്കറ്റ് അന്നാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തൊട്ട് മുടക്കങ്ങളായിരുന്നു. സിനിമാ കഥ തന്നെയാണത്. അതെ. അപ്പൊ 28-ന് ഞാനെല്ലാം എന്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു. എല്ലാം പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഫോണിൽ മെസ്സേജ് വരുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽഡ്. തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് ജോലി കയറി. അപ്പം ഓൾറെഡി വിഷമമല്ലേ, പോവാൻ ഇറങ്ങിയിട്ട് പോവാൻ പറ്റാതായി. അങ്ങനെ വിഷമമായിരുന്നു. അപ്പൊ അവിടുത്തെ ഞാൻ രവിപിള്ള സാറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഞങ്ങളുടെ മാനേജർ ഷെറിൻ സാറ്, സേഫ്റ്റി ഇൻചാർജ് സ്റ്റീഫൻ സാറ്, ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഈ വിഷമിക്കണ്ട, കുഴപ്പമില്ല, നമുക്ക് അറേഞ്ച് ചെയ്യാം, എല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. റിയാദിൽ നിന്ന് ഫ്ലൈറ്റ് തന്നു. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഒട്ടും സമയമില്ലായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കാനായിട്ട് പർച്ചേസിന് ഇറങ്ങുമായിരുന്നു ചെയ്തത്.
അപ്പം വളരെ സന്തോഷമായിട്ട് ഞാനും ദിയയും കൂടെ ഉം. പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നു. സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ എടുത്ത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കേറി വരുമെന്നും ഹോസ്പിറ്റലൈസ് ആവുമെന്നും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി പോയായിരുന്നു. ട്വിസ്റ്റിന് മേൽ ട്വിസ്റ്റ് ഇങ്ങനെ ആ വന്നോണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ട് ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അതെ. ഇതില്. ഉം. എങ്ങനായി തീരുമെന്നൊരു പിടുത്തവും ഇല്ലായിരുന്നു. ഉം. പിന്നെ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു. ആ സമയത്തിന് എന്തുവായാലും താലി കെട്ടുവാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് അതിന് വേണ്ട ഇവിടുന്ന് ഇത്രയും പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉം. അപ്പൊ അതേ വളരെ നന്ദിയുണ്ട് ഹോസ്പിറ്റലിനോടും, ആ, മായ ഡോക്ടർ, ആ. രമേശ് ഡോക്ടർ ഇവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഞാനും എന്റെ കുടുംബവും കടംപെട്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 2 കൊല്ലത്തോളമായി. അതെ. 2 കൊല്ലമായിരുന്നു. ആ. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നതും? പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്റെ മുറപ്പെണ്ണാണ്. ഉം. എന്റെ അപ്പച്ചിയുടെ മോളാണ്. ഓക്കെ. അപ്പൊ കുഞ്ഞിലേ തൊട്ടേ എനിക്കറിയാം. എന്നെയും അറിയാം. ഉം. പക്ഷെ പരസ്പരം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷനോ വേറൊരു രീതിയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. ഉം. എന്നെയും കണ്ടിട്ടുമില്ല. അപ്പൊ വീട്ടുകാരിങ്ങനെ ഒരു സജഷൻ വെച്ചു. അപ്പൊ ഓക്കെ. ഓൾറെഡി ഞാനും വിചാരിച്ചു എന്നെ അറിയാവുന്ന ഒരു കൊച്ച്. ഉം. ഇപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അവിടെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാം. അപ്പം പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ. അതിനുശേഷമാണ് ദിയയും ഞാനും തമ്മിൽ കൂടുതലായിട്ട് അടുക്കുന്നത്. ഉം. പിന്നീട് അത് കല്യാണത്തിലേക്കൊക്കെ അത് എത്തുകയായിരുന്നു. എത്തിയത്. ഓക്കെ, ഓക്കെ. ഡോക്ടർ ഡോക്ടർ ഗാസ്ട്രോൻട്രോളജി സീനിയർ കൺസൾട്ടന്റ് ആണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ വരുന്നുണ്ടല്ലോ, അത് കൂടുതലായിട്ട് യങ്സ്റ്റേഴ്സിനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിന്റെ ഒരു റീസൺ എന്താണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള? See, basically, നമുക്ക് there is something called as gut brain axis. Yeah. അതായത് നമ്മുടെ ബ്രെയിനും വയറുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയും നമ്മുടെ ഗട്ട് ഇസ് ലൈക്ക് എ ലിറ്റിൽ ബ്രെയിൻ. അതിന് അത്രയും നെർവസ് കണക്ഷൻസ് ആണ്. അതെ, അതെ. അപ്പം നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ബ്രെയിൻ ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തകൾ വരുമ്പോൾ നമ്മുടെ വയറിന്റെ ചലനം പല രീതിയിൽ എഫക്റ്റഡ് ആവും. ഓക്കെ. അപ്പൊ ചിലവർക്ക് അത് പെയിൻ ആയിരിക്കാം, ചിലവർക്ക് അത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, ചിലവർക്ക് ലൂസ് സ്റ്റൂൾസ് ആയിരിക്കാം. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോവാൻ ഇറങ്ങിയിട്ട് അവർക്ക് വീണ്ടും ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ദാറ്റ് ഈസ് ലൈക്ക് IBS ഡയറിയ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ക്ലാസ് എത്താറാകുമ്പോൾ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. ഓർ സംടൈംസ് വെൻ ദേ ട്രാവൽ വഴിയിൽ വെച്ചിട്ട് ബിക്കോസ് ഓഫ് ദിയർ ആങ്സൈറ്റി അവർക്ക് ബവൽ മൂവ്മെന്റ്സ് കൂടെ അവർക്ക് പെട്ടെന്ന് വഴിയിൽ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടാവും. സോ ദോസ് ആർ ലൈക്ക് ക്ലാസിക്കൽ IBS ഫീച്ചേഴ്സ്. അതിനോടനുബന്ധിച്ച് പെയിനും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പെയിനും ഓൾട്ടറേഷൻ ഓഫ് ബവൽ ഹാബിറ്റ്സും ആണ് IBSന്റെ ഒരു സിംറ്റംസ്. ദ റീസൺ ഇസ് നമ്മൾ ആങ്സിയസ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോൾ നമ്മളെ കുടലറിയും ഇൻ സിമ്പിൾ ടേംസ്. അങ്ങനെ അല്ല, ഇപ്പൊ ഇങ്ങനെ വരാനുള്ളതിന്റെ മെയിൻ റീസൺ എന്താണ്? ഈ ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഇഷ്യൂസ് ആണോ? അത് ഒരുപാട് ഇറ്റ്സ് എ മൾട്ടി ഫാക്ടോറിയൽ തിങ്. നമ്മളിപ്പോൾ ഒറ്റ കാരണമായിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഓൾസോ മേ ബി കോൺട്രിബ്യൂട്ടിങ്, ദ ഡയറ്റ്, ദ ഫുഡ്. ചിലവർക്ക് ബിക്കോസ് ഓഫ് ദിസ് ദേ മേ ബി ഹാവിങ് മിൽക്ക് ഇൻടോളറൻസ്. പിന്നെ ഈ ഹൈ ഫൈബർ ഡയറ്റ് നമ്മൾ IBS കോൺസ്റ്റിപ്പേഷന് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പം ഡയറ്റിന് എന്തായാലും ഒരു റോളുണ്ട് IBSല്. പിന്നെ ചൈൽഡ്ഹുഡ് സ്ട്രെസ്, ചൈൽഡ്ഹുഡ് ട്രോമ, സൈക്കോളജിക്കൽ സ്ട്രെസ് ഫാക്ടേഴ്സ്, ഇതെല്ലാം ഒരു പല രീതിയിൽ ലിങ്ക്ഡ് ആണ്. പല രീതിയിൽ അത് അസുഖത്തിന് കാരണവുമാവുന്നുണ്ട്. ഇപ്പൊ ഈ യങ്സ്റ്റേഴ്സിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ കൺസൾട്ട് ചെയ്യാൻ വരുന്നത് എന്ത് ഇഷ്യൂ ആയിട്ടാണ് ഇതിന്റെ? ഞാൻ IBS വെച്ച് ചോദിക്കുകയല്ല, അല്ലാതെ ജനറലി ചോദിക്കുകയാണ്. കൂടുതൽ ഇങ്ങനെ വരുന്നത് പെയിൻ, കോൺസ്റ്റിപ്പേഷൻ, ഫാറ്റി ലിവർ, ഇതൊക്കെയാണ് ഇപ്പൊ ഒരു ന്യൂജൻ നമ്മൾ കൂടുതലായിട്ടും കാണുന്നുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ബിക്കോസ് വൺ ദേ ആർ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ. ഒന്ന് അവർക്ക് ലേറ്റ് നൈറ്റ് ആണല്ലോ ഇപ്പൊ പലപ്പോഴും. പിന്നെ അപ്പോൾ നെഗ്ലക്റ്റിംഗ് ബവൽ ഹാബിറ്റ്സ്, ഡെയിലി ടോയ്ലറ്റ് പോകുന്നില്ല മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ഓർ അഡോളസൻസ് വെൻ ദേ കം ടു അസ്. പിന്നെ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, ഈ ഫാസ്റ്റ് മോർ ഓഫ് ദീസ് ഇപ്പം എന്തും
ഐ തിങ്ക് എവറിഥിങ് ഈസ് അവൈലബിൾ ഓൺ യുവർ ഫിംഗർ ടിപ്സ്. അല്ലെങ്കിൽ നമുക്ക് എവിടെ പോയാലും എപ്പം എന്ത് കഴിക്കണം എന്ന് ചോദിച്ചാൽ അപ്പോൾ കിട്ടും. പണ്ട് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വീട്ടിൽ അമ്മേനോട് പറയണം, അമ്മയ്ക്ക് തോന്നണം ഇത് ഉണ്ടാക്കി തരണമെന്ന്, എന്നാലേ അന്ന് അത് കിട്ടുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ, എന്ത് വേണമെങ്കിലും നോക്കുക, അപ്പം തന്നെ ഓർഡർ ചെയ്യുക, കഴിക്കുക. ആവശ്യമുണ്ടോ ആവശ്യമില്ലേ, യു ഓർഡർ മോർ ആൻഡ് യു ഈറ്റ് മോർ. അപ്പം ഒരുപാട് ആൻഡ് ദെൻ പിന്നെ ഈ ഹൈ കൺസപ്ഷൻ ഓഫ് ഷുഗേഴ്സ്, ഇപ്പം അറിയാതെ നമ്മൾ ഒരുപാട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും അങ്ങനത്തെ ഹൈ കാർബ്സുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഹൈ കാലറി ഇൻടേക്ക്, പിന്നെ ഫാറ്റി ലിവർ, ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്ന പ്രോബ്ലംസ് ആണ്. ഈ പലരുടെയും തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര മാത്രമാണെന്നൊരു ധാരണയുണ്ട്. ഡെഫിനറ്റ്ലി നോ. നമ്മളിപ്പോൾ ഒരു ക്യാൻ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഏകദേശം ക്യാൻ ഓഫ് എനി ഓഫ് ദോസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏകദേശം 9 ഇതാണ് ഷുഗർ ക്യൂബ്സ് ഉണ്ട് അതിൽ. 9 സ്പൂൺ ഷുഗർ ആണ് അതിനകത്ത് കിടക്കുന്നത് ക്യാനില്. 1 liter എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 26 to 30, ഇറ്റ് വേരീസ്. 30 സ്പൂൺ ഷുഗറിന്റെ ഇഫക്റ്റ് ആണ് ഒരു ബോട്ടിൽ ഓഫ് ദിസ് സോഫ്റ്റ് ഡ്രിങ്ക്. അതാണ് നമ്മൾ ഈ വെള്ളത്തിന് പകരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സോ യു ക്യാൻ ഇമാജിൻ ദ കൈൻഡ് ഓഫ് കാലറീസ് നമ്മൾ, ആൻഡ് ദോസ് ആർ എംപ്റ്റി കാലറീസ്, കാരണം അതിന് വേറെ ഉപയോഗമൊന്നുമില്ല. അപ്പം അത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ടും ഫാറ്റ് ലിവർ ആയിട്ടും ഒക്കെ അൾട്ടിമേറ്റ്ലി ഡയറക്റ്റ് ഷുഗർ കൺസ്യൂം ചെയ്തില്ലെങ്കിൽ കൂടി ഇത് നമുക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കും. ഡെഫിനറ്റ്ലി. ഓക്കെ. പിന്നെ ഇപ്പോൾ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് ഈ സീറോ ഷുഗറിന്റെ കൊക്കക്കോള, കോക്ക് എന്ന് പറയുന്നത്. ആഡഡ് ഷുഗർ അല്ല, 0 കാലോറി ആണെന്ന് പറയുന്നത്. അന്നേരം അവരത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനറലി സേഫ് ആണ്, നമുക്ക് ഇത്ര ക്യാൻ വരെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വെള്ളം കുടിക്കുന്നത് പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണോ? ഐ എം നോട്ട് ഷുവർ ഇത് എത്രത്തോളം അത് കറക്റ്റ് ആണെന്നുള്ളത്. ബിക്കോസ് അത് 0 കാലറി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക്, ബിക്കോസ് എനിവേ ഇറ്റ് ഇസ് സ്വീറ്റ്, മെനി ടൈംസ് അതിനകത്ത് ഉള്ളത് ഫ്രക്ടോസ് ആണ്, അതും നമുക്ക് ലിവറിന് ഹാനികരമാണ്. സോ യെസ്, ഫ്രക്ടോസ് ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതും അൾട്ടിമേറ്റ്ലി ലിവർ ഫാറ്റായി കൺവേർട്ട് ആവുകയാണ്. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് ഓൾ ദോസ് തിങ്സ്. സാധാരണ വെള്ളം കുടിച്ചാൽ മതി. വെള്ളത്തിന് വെള്ളം തന്നെ കുടിക്കുക. ഇതിലേക്ക് വരാം. നിങ്ങൾ കല്യാണമൊക്കെ ആയി ഒരുപാട് സംസാരിച്ച് ആഗ്രഹിച്ച് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആരാണ് യാത്രകൾ പ്ലാൻ ചെയ്യാത്തത്? പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. വലിയ വലിയ യാത്രകളാണോ പ്ലാൻ ചെയ്തിരുന്നത്? ഏകദേശം. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് എന്താണ് പുതിയ പ്ലാൻ? നമ്മുടെ പ്ലാനുകളെല്ലാം പുതിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി ദിയയുടെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ അമ്മയ്ക്കും ഒന്നും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ എല്ലാം ഇഷ്ടപ്രകാരം ഒന്നും കൂടി ഒരു സെലിബ്രേഷൻ, ഒരു റിസപ്ഷൻ കൂടി നടത്തണം എന്നൊരാഗ്രഹമുണ്ട്. കല്യാണമായിട്ട് നടത്തുകയാണോ അതോ റിസപ്ഷൻ പോലെ വൈകിട്ടൊരു പാർട്ടി അങ്ങനെയാണോ? കല്യാണമായിട്ട് അമ്പലത്തിൽ വെച്ച് കല്യാണമായിട്ട് ഒന്നുകൂടി. ഓക്കെ. അതിനിപ്പോ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ? കാരണം കാര്യങ്ങളൊക്കെ ലീവ് 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ട്. കമ്പനിയിൽ അറിയിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജിതിൻ എന്ത് ചെയ്യാണെന്ന് ചോദിക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ജിതിൻ എന്ത് ചെയ്യാണ്, ജിതിന്റെ ജോലിയുടെ എന്താണെന്നൊക്കെ ഉള്ളത്. ഞാൻ സൗദി അറേബ്യയിലാണ്. അവിടെ HSE ഓഫീസറായിട്ട് NSH വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എത്ര നാളായിട്ട് അവിടെ ഉണ്ട്? 2 year ആയിട്ട് NSHലുണ്ട്. ദിയ എന്ത് ചെയ്യാണ്? ദിയ MA ഇംഗ്ലീഷ് കഴിഞ്ഞു. B.Ed നോക്കണമെന്ന് പറയുന്നുണ്ട്, ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാനാണ്. എന്ന് ഇപ്പോ ദിയയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ദിയ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യാത്ര ചെയ്യാനും വീട്ടിൽ പോയി നോർമൽ ലൈഫിലേക്ക് ആവുന്നത് വരെ ഞങ്ങളൊന്ന് നോക്കിയിട്ടൊക്കെ വിടത്തുള്ളൂ. എത്ര ദിവസം കൂടി ഇവിടെ? അത് ഇപ്പം പറയാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഇത് എനിക്ക് ന്യൂസ് മില്ല് വന്നു, വൈറലായി കുറെ വീഡിയോസ് ഒക്കെ വന്നു. ഇതൊക്കെ ദിയെ കാണിച്ചായിരുന്നോ? ഓൾറെഡി ദിയ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. മൊബൈൽ യൂസ് ചെയ്യുമല്ലോ. അകത്ത് മൊബൈൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം കണ്ടിട്ട് ആളിന് പെട്ടെന്ന് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പൊതുവെ പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാത്ത ആളാണ്. ഗട്ട് മൈക്രോബയോം ഉണ്ടല്ലോ, നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ്, ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹെൽത്തിന്? ബേസിക്കലി നമ്മുടെ കുടലെടുത്താൽ ഈ ഗട്ട് ബാക്ടീരിയ മോസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഇൻ അവർ ലാർജ് ബവൽ, അല്ലെങ്കിൽ വൻകുടലിലാണ് കൂടുതലായിട്ടുള്ളത്. ഈ ചെറുകുടലിൽ അധികം ബാക്ടീരിയ വന്നാൽ അതൊരു അസുഖമാണ്. അതിന് സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ബട്ട് നോർമലി മോസ്റ്റ് ഓഫ് ദിസ് ബാക്ടീരിയ ദേ ആർ ഇൻ ദ ലാർജ് ബവൽ, അല്ലെങ്കിൽ വൻകുടലിലാണ്. അതിനകത്ത് നമുക്ക് ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഗുഡ് ബാക്ടീരിയ ഹാസ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. അത് വളരെയധികം നമ്മുടെ ആസ് ഇറ്റ് ഇസ് തന്നെ
അത് നമുക്ക് നേരത്തെ അറിയാം. ഈവൻ സിൻസസ് വൈറ്റമിൻസ്, ചില ആവശ്യമുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് എല്ലാം ഗട്ട് ബാക്ടീരിയ ആണ്. അതെ. ബട്ട് ദെൻ വി റിയലൈസ് ദാറ്റ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗട്ട് ആൻഡ് ബ്രെയിൻ ആക്സിസ് പോലെ നൗ ദ ന്യൂ കോൺസെപ്റ്റ് ഇസ് ഗട്ട് ബ്രെയിൻ മൈക്രോബയോട്ട ആക്സിസ്. അതായത് ഇത് മൂന്നും ഇന്റർലിങ്ക്ഡ് ആണെന്നും ഈ ഗട്ട് മൈക്രോബയോട്ടയുടെ ഇംബാലൻസ്, അതായത് വെൻ യുവർ ബാഡ് ബാക്ടീരിയ ഗോസ് അപ്പ് അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയ നമ്പർ കംസ് ഡൗൺ, അതും ദോസ് ആർ റീസൺസ് ഫോർ ഒരുപാട് ഗട്ട് ഇഷ്യൂസ്. നോട്ട് ഓൺലി ഗട്ട് ഇഷ്യൂസ്, നൗ ഈവൻ ഔട്ട്സൈഡ് ഗട്ട് പ്രോബ്ലംസും ഈ ഗട്ട് ബാക്ടീരിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഇപ്പോഴത്തെ പല പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് ദ ന്യൂ കോൺസെപ്റ്റ് ഇൻ സയൻസ്. ലൈക്ക് ഇപ്പോൾ ഈ എസ്പെഷ്യലി ബവൽ ഡിസോർഡർ, വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഗട്ട് മൈക്രോബയോട്ട ആൻഡ് ബ്രെയിൻ ആക്സിസ്, സോ ഓൾ ത്രീ ആർ ലിങ്ക്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ. അപ്പോൾ ഈ ഗട്ട് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ദാറ്റ്സ് വെരി ട്രൂ. അത് ശരിയാണ്. അപ്പം നമ്മളിപ്പോൾ പല മെഡിസിൻസ് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ യു ഹാവ് ടു ലൈക്ക് ഇഫ് യു വാണ്ട് എ ഗുഡ് ഗട്ട് അല്ലെങ്കിൽ ഗുഡ് ഹെൽത്തി ഗട്ട് ആണെങ്കിൽ നമ്മൾ ഗുഡ് ബാക്ടീരിയയുടെ ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുന്ന ഭക്ഷണം പ്രൊമോട്ട് ചെയ്യാം. ദാറ്റ് മേ ബി ഫൈബർ റിച്ച് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഗുഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. They will actually enhance your good bacteria. Whereas certain food like red meat or high animal fat, all those things actually promote your bad bacteria. So നമ്മുടെ food itself will influence your health. അത് ഈ one way of that is through your gut bacteria. അപ്പോൾ നമ്മൾ ഈ റെഡ് മീറ്റും ഈ ഫാറ്റ് ആയിട്ടുള്ള ആനിമൽ മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അത് ബാഡ് ബാക്ടീരിയസിനെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത്? Yes. ഓക്കെ. അതൊരു ഇറ്റ്സ് ലൈക്ക് എ ഗാർഡൻ. ആക്ച്വലി നമ്മൾ കോഴിക്കോടൽ ഇസ് ലൈക്ക് എ ഗാർഡൻ. നമ്മളവിടെ കളകളും ഉണ്ടാവും, നല്ല ചെടികളും ഉണ്ടാവും. സോ നമ്മൾ കൊടുക്കുന്ന വളം അനുസരിച്ചാണ് അത് ഇതിന് ആവശ്യമുള്ളത് ഇത് വളരുന്നത്. അപ്പം വളം നമ്മൾ കൊടുക്കുന്നതാണ് ദ കൈൻഡ് ഓഫ് ഫുഡ് യു ഈറ്റ്. ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരുപാട് മറ്റേ നോ മൈദ, ഷുഗർ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബിസ്ക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇതിന് പകരം മറ്റേ കോൺസ്റ്റാർച്ച് അല്ലെങ്കിൽ മാൽട്ടോട്രെക്സിൻ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഷുഗറിനേക്കാളും മൈദയെക്കാളും ഡേഞ്ചർ അല്ലേ? കുട്ടികൾക്ക് കൊടുക്കാൻ തീരെ പാടില്ലാത്ത കാര്യങ്ങളല്ലേ? ആക്ച്വലി ഞാൻ ഇൻ ജനറൽ ഐ ഓൾവേസ് ടെൽ കുട്ടികൾക്ക് നമ്മൾ ഈ പ്രിസർവ്ഡ് സ്റ്റോർഡ് ഫുഡ് കഴിയുന്നതും കൊടുക്കാതിരിക്കുന്നതാണ്. whenever there is a storage, there is a preservative, there is an added sugar, so or there are added preservatives. So കഴിയുന്നതും നമ്മൾ കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പേരൻസ് കുട്ടികളുമായിട്ട് വരുമ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതൽ പേരും പറഞ്ഞ് ഡോക്ടർ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോസ് അവർക്കുണ്ടാകുന്ന ഒരു ബവൽ ഇറിറ്റേഷൻസിന്റെ. See, most of our children, even സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അവരുടെ മേജർ സ്നാക്ക് ഈസ് ബിസ്ക്കറ്റ്സ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബിസ്ക്കറ്റ്സ് ആർ മെയ്ഡ് ഓഫ് മൈദ ആൻഡ് ഷുഗർ. ഇതാണ് വരുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്നാ ഇപ്പൊ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുത്തുവിടാൻ തന്നെ കുട്ടികൾക്ക് അത് വേണ്ട, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ബട്ട് ദെൻ ഇഫ് യു ട്രെയിൻ ദം ഫ്രം സ്മോൾ, ഇപ്പൊ കുട്ടിക്കാലത്ത് തൊട്ടേ നമ്മൾ അവർക്ക് ഇല്ല ഇന്ന നിന്റെ സ്നാക്സ് ഇന്ന വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടാൽ സ്ലോലി ദിയർ അക്സെപ്റ്റൻസ് വിൽ ഗെറ്റ്. അതർവൈസ് നമ്മൾ തന്നെ അത് പിന്നെ ചില കുട്ടികൾ ഒന്നും കഴിക്കാത്ത ആൾക്കാര് എസ്പെഷ്യലി വെരി സ്മോൾ ചിൽഡ്രൻ ലൈക്ക് 2.5-3 വയസ്സുള്ള കുട്ടികൾക്ക് കഴിക്കാൻ മടിയുണ്ട്. അവർ നിറയെ പാൽ കുടിക്കും. ഈ ഒരു പരിധി കൂടെ പാൽ കൊടുക്കുന്നതും നല്ലതല്ല. കാര്യം ഈ പാലിനകത്തൊന്നും ഇല്ല, നോ ഫൈബർ ഇസ് ദിയർ. അതിനകത്ത് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ഫുഡാണെന്ന് പറയുകയാണെങ്കിലും അതിനകത്ത് ഫൈബർ കണ്ടന്റ് ഒന്നുമില്ല. അപ്പം പലപ്പോഴും കുട്ടികൾക്ക് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാര്യം ഈ പാലും ബിസ്ക്കറ്റും കൂടുതൽ കൊടുക്കുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് വളരെ ചെറിയ കുട്ടികൾക്ക് പാലും ബിസ്ക്കറ്റും കൂടുതൽ കൊടുക്കുന്നതാണ് ഒരു പ്രശ്നമായിട്ട് വരാറുള്ളത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടറിനോട് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ നമ്മുടെ ഗട്ട് മൈക്രോമിന്റെ ഒരു ഹെൽത്തിക്ക് വേണ്ടി ഹൈ ഷുഗേഴ്സ്, ദാറ്റ്സ് വാട്ട് യു വാണ്ടഡ് അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ഓവർ ഓഫ് ആനിമൽ പ്രോഡക്ട്സ്, രണ്ട് ഇൻക്രീസിങ് ദീസ് ഹൈ ഷുഗർ ആയിട്ടുള്ളത്. Yeah. So if you ask me 2 or 3 items, one നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇൻക്രീസ് ഓഫ് റെഡ് മീറ്റ് ആൻഡ് ആനിമൽ ഫാറ്റ്, ആനിമൽ ഫുഡ് പ്രോട്ടീൻസ് ഉള്ളത് കുറയ്ക്കുക. രണ്ട് നമ്മൾ ഈ ഫാറ്റ് ലിവർ വെൻ ദേ കം ടു മീ, നമ്മൾ അവരോട് ഐ ഡോണ്ട് ടെൽ ദം. ഇപ്പം ഒരുപാട് ആൾക്കാർ പറയും ഡോക്ടർ ഞാനിപ്പം ഡയറ്റിംഗ് ആണ്, ഐ ഹാവ് സ്റ്റോപ്ഡ് ഓൾ നോൺ വെജിറ്റേറിയൻ.
But that's not the message we want to give. ഇപ്പൊ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ എന്താ, അതിനകത്ത് ചോറും സാമ്പാറും, ഇറ്റ്സ് മോർ ഓഫ് കാർബ്സ്. അപ്പൊ കാർബ്സ് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ യു ആർ നെവർ ഗോയിങ് ടു അറ്റൈൻ നമ്മുടെ ഗോൾസ്. അപ്പൊ വാട്ട് വി വോണ്ട് ഇസ് കാർബ്സ് കട്ട് ഡൗൺ ചെയ്യുക ആൻഡ് ഗുഡ് പ്രോട്ടീൻ ഇൻടേക്ക്. അപ്പൊ അതിനകത്ത് എഗ് വൈറ്റ് ആണ് ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. എഗ് വൈറ്റ്, ദേ കൻ ഈവൻ യൂസ് ചിക്കൻ ടു സം എക്സ്റ്റെന്റ്, ഫിഷ്. ഇത് മൂന്നും അക്സെപ്റ്റബിൾ ആണ്. ആൻഡ് ചിക്കൻ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാതെ യു ക്യാൻ ഗോ ഫോർ ഗ്രിൽ ചിക്കൻ, അങ്ങനെ അല്ലെങ്കിൽ ലെസ് ഓയിൽ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഉപയോഗിച്ച് ചിക്കൻ ഈസ് അഡ്വൈസബിൾ. ഇൻഫാക്ട് എസ്പെഷ്യലി ആഫ്റ്റർ എൻ ഏജ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ സോഴ്സ് ദർ ഹാസ് ടു ബി സം എമൗണ്ട് ഓഫ് ഗുഡ് പ്രോട്ടീൻ ഇൻടേക്ക്. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമ്മൾ സോയ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ ഗ്രാംസിലുള്ള പ്രോട്ടീൻസ് പറയും. പനീർ ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അങ്ങനെ പിന്നെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഫാറ്റും, പിന്നെ ബാക്കി ഫൈബർ ഇൻടേക്ക് ഷുഡ് ബി ദെയർ. അപ്പോൾ ചിക്കൻ, അതാ ഞാൻ പറഞ്ഞത്, പലവരെയും ഒരു മിസ്കോൺസെപ്റ്റ് ആണ് ദാറ്റ് ടേക്കിംഗ് അനിമൽ പ്രോട്ടീൻ ഇസ് ബാഡ്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോട്ട് ടു മച്ച് ഓഫ് ഇറ്റ്, ആൻഡ് ദാറ്റ് ടു ഇൻ ഡീപ് ഫ്രൈഡ്. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നോർമൽ അതിൻ്റെ ഒരു ഇറ്റ് ചേഞ്ചസ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ. അപ്പോൾ അതും പലപ്പോഴും ദോഷമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഡീപ് ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ വേണ്ട പറയണം. ഓക്കെ ഓക്കെ, ഇതിലോട്ട് വരാം. കുറച്ച് നേരം വെറുതെ ഇരുന്നില്ലേ. ഈ ട്രോളുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ട്രോള് അങ്ങനെ എന്തെങ്കിലും കളിയൊക്കെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഇതുവരെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് ഇത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് അല്ലേ? അതെ. അതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ റെഡിയല്ല. അതുകൊണ്ട് കൂടുതൽ നമ്മളത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയായാലും എല്ലാവിധ ആശംസകളും ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അതുപോലെ ഡോക്ടർ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? See, life may give you a difficult circumstance. അത് എപ്പോഴാ ആർക്കാ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ വി ഹാവ് ടു ബി പോസിറ്റീവ്. എന്നാലേ നമുക്കിപ്പോൾ they were so positive when all this happened. അത് ആർക്കും, ഒരു ഫാമിലിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു അവർ ഫേസ് ചെയ്തത്. ബോത്ത് ജിതിൻസ് ഫാമിലി, ജിതിൻ ആൻഡ് ദിയാസ് ഫാമിലി. ബട്ട് they were so positive. and they trusted us. അപ്പൊ അതിൽ നമ്മൾ പറയുന്നതെല്ലാം അവർ accept ചെയ്ത് they were positive to that whole problem. അപ്പോൾ then there's some solution വരും. that is nature's way of doing it. And ഇപ്പോൾ നമുക്ക് for us ഇങ്ങനെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്, one, the support from Jitin and Diya's family. പിന്നെ സപ്പോർട്ട് ഫ്രം അവർ മാനേജ്മെന്റ്. ബിക്കോസ് മാനേജ്മെന്റ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം ഞാനും രമേശ് സാറും പറഞ്ഞപ്പോൾ തന്നെ they were very supportive, go ahead, and they also gave us the entire support as a VPS Lakeshore family. We all stood together. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്ക് ഒരു കല്യാണം നടത്തുന്ന പോലെ ഞങ്ങൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഇമോഷണലി we were attached to. ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്ച്വലി we should not be too much emotionally attached to the patients, but the entire hospital prayed for her and Jitin. അപ്പം അതുകൊണ്ട് എല്ലാം നന്നായിട്ട് മംഗളമായിട്ട് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പോൾ ജിതിന് എന്തെങ്കിലും പറയാനുണ്ടോ മലയാളികളോട്? ഇത്രയും ആശംസകൾ അറിയിച്ചു, സ്നേഹം കാണിച്ചു, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരും ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദിയുണ്ട്.